മിസ്റ്റർ എബി മാത്യുവിനൊന്ന് സോറി മിസ്റ്റർ, ഇപ്പൊ അകത്തേക്ക് പോകാൻ കഴിയില്ല. ഒരു അർജന്റ് പ്രശ്നമുണ്ട്. என்ன மிஸ்டர் இப்ப பார்க்க முடியாதுன்னு சொன்னார்ல, சொன்னா புரியல? கோ மேன். வாயா. ഡാ അയൽ Hi there. We would like to meet Mr. Ebi Matthew. Just a minute, sir. Hello. Hi. I hope you have an appointment. Yeah, we do. Are you sure? Sure. There he is. Mr. Ebi Matthew has come. Hello. Hello. I am Ebi Matthew. I'm Eric from Denmark. Hi. Hello. If you don't mind, please spend some time. Cheers. സാഹിബിനെ മദാമേനെ കണ്ടപ്പോ വിളിച്ചിട്ടുണ്ട ഇല്ലടാ. ഒരപ്പന് പറഞ്ഞ ഒരു വാക്കേ പാടുള്ളൂ. നീ നന്ദനുമായിട്ട് പറഞ്ഞുറപ്പിച്ചതല്ലേ ആ ബിസിനസ് കോൺട്രാക്ട്? അത് തന്നെയല്ലേ നീ താഴത്തെ മുറിയിൽ രാമസ്വാമിക്ക് മറിച്ചടിക്കുന്നത്? നിന്റെ വല്യപ്പൻ ചാലിശ്ശേരിക്കാരൻ അയ്പ് കാളക്കച്ചവടക്കാരനായിരുന്നു. പെരുമ്പിലാവ് ചന്തയിലെ കാളായിപ്പ് ചത്തുപോയി. അതുകൊണ്ടാ. അല്ലെങ്കിൽ നിന്നെ ഞാൻ അയാളുടെ മുമ്പിൽ കൊണ്ടുപോയി അയാളെ കൊണ്ട് പറയിപ്പിച്ചേനെ കച്ചവടത്തിന് നേരി നിർത്തിക്കാണെന്ന്. രാമസ്വാമിയുമായി നോ മോർ ഡിസ്കഷൻസ്. ഡീൽ പറഞ്ഞുറപ്പിച്ച പോലെ നന്ദകുമാറിന് കമ്മീഷൻ കാശ് കുറഞ്ഞു വാങ്ങി നീ ചോദിച്ചു അവൻ തരും. പക്ഷെ ബിസിനസ് അവന് കിട്ടിയിരിക്കണം. എന്നെ വിടൂ ജഗൻ, ഞാൻ പറയാം, എല്ലാം പറയാം, പ്ലീസ്. ഒരു തള്ളു തള്ളിയാൽ നീ താഴെ വീണ് 64 പീസാകും. അടക്കാൻ ശവപ്പെട്ടി വേണ്ടി വരില്ല. ഒരു പോളിത്തീൻ ബാഗിൽ തൂത്തുവാരിയിടാനേ കാണൂ. നീ അമേരിക്കയിൽ പോയി പഠിച്ച ബിസിനസ് അഡ്മിനിസ്ട്രേഷനും ബിസിനസ് പിമ്പിങ്ങും ഒന്നും ഇവിടെ നിന്നെ രക്ഷപ്പെടാൻ സഹായിക്കില്ല. എനിക്ക് വാക്ക് തരണം. നാളെ നീ മാറ്റില്ല എന്നുറപ്പുള്ള വാക്ക്. ഓട്ടിയിൽ നന്ദകുമാറിന് പറ. ഞാൻ വാക്ക് തരുന്നു, ഞാൻ മാറില്ല. വാക്ക് മാറ്റിയ വീട്ടിൽ കയറി ഞാൻ വിട്ടും. ദിസ് ഇസ് ജഗൻ മൈൻഡ്. യസ്യാമന്നം പൃഷ്ടയഃ സംഭവൂത്
ഫോർത്ത് പെഗ്. 4ാമത്തെ പെഗിന് മുമ്പ് നീ എത്തി. ജഗൻ ജഗന് മാത്രം കഴിയുന്ന കാര്യം. അവനെന്നെ വിളിച്ചു, ആ പരനാരി എബി മാത്യു നാളെ ഓസ്ട്രേലിയൻ പാർട്ടിയുമായി കോൺട്രാക്ട് സൈൻ ചെയ്യാമെന്ന്. അവന്റെ അമ്മയുടെ ഇരിക്കെ. നിന്റെ ഇന്നത്തെ കളി കൊണ്ട് നമുക്ക് കിട്ടാൻ പോകുന്ന ലാഭം മിനിമം എത്രയാണെന്നറിയാവോ? കോടികൾ. 1ഉം 2ഉം അല്ല, 50 കോടി. 50 crores. ജഗൻ പറ, നിനക്ക് എത്ര വേണം? 5ഓ 10ഓ അതോ ഹാഫ് ഓഫ് ദ മണി? കള്ളൻ, വേണ്ടാന്ന് പറയരുത്. നീ ആവശ്യപ്പെടുന്നത് എന്തും ഞാൻ തരും. യു ഡിസർവ് ഇറ്റ്. നീ എന്റെ ഭാഗ്യവാടാ. നിന്നെ എനിക്ക് കിട്ടിയ ശേഷമാണ് എന്റെ പണം മൾട്ടിപ്ലൈ ചെയ്യാൻ തുടങ്ങിയത്. പറ ജഗൻ, നിനക്ക് എത്ര വേണം? നിന്റെ പേഴ്സല്ലേ? യെസ്. ഇത് ധാരാളം. ഈ രാത്രി വെളുപ്പിക്കാൻ 1 ബോട്ടിൽ റം, 2 പാക്കറ്റ് സിഗരറ്റ്, ടാക്സിയിൽ ഒരു നഗര പ്രദക്ഷിണം. ദാറ്റ്സ് എനഫ്. ഒരുപാട് വലിയ പണത്തിന്റെ കണക്കുകൾ എന്നോട് പറയരുത്. എനിക്ക് കേൾക്കുന്നത് ഇഷ്ടമല്ല. ആവശ്യത്തിലേറെ പണം കാണുന്നതും എനിക്ക് വെറുപ്പാണ്. പറ്റില്ല, പറ്റില്ല. എനിക്കിത് ആഘോഷിക്കണം. പണം അല്ലെങ്കിൽ പിന്നെ വേറെ എന്ത് വേണമെന്ന് പറയടാ. നാളെ പാരീസിലേക്ക് പറക്കണോ? എന്തിന്? പെണ്ണുപിടിക്കാം, കള്ളുപിടിക്കാം, ഒരു ചേഞ്ച്. അല്ലെങ്കിൽ ലാസ് വേഗസിലെ കാസിനോകളിൽ ചൂത് കളിച്ച് കളയാൻ നമുക്ക്. പറ ജഗൻ, ആകാശത്തിന്റെ കീഴിൽ പണം കൊണ്ട് കിട്ടുന്നത് എന്തും ഞാൻ നിനക്ക് വാങ്ങിത്തരും. എന്തും? എന്തും. എന്നാൽ ഇതെനിക്ക് വാങ്ങിച്ചതാ. എന്താ ഇത്? ഒരു പഴഞ്ചൻ വീടോ? എവിടെയാ ഇത്? നാട്ടിൽ, ഭാരതപ്പുഴയുടെ തീരത്തുള്ള ഒരു കോവിലകം. എത്രയാണ് ഇതിന്റെ വില എന്ന് എനിക്കറിയില്ല. 250 കോടിയുടെ ആസ്തിയുണ്ട് നിന്റെ സുഹൃത്ത് നന്ദകുമാറിന്. അതിൽ കൂടുതൽ വരുമെങ്കിൽ മാത്രം എനിക്ക് കുറച്ച് സമയം തരണം. 250 കോടിക്ക് കേരള സംസ്ഥാനം മുഴുവൻ കിട്ടും. എനിക്കിത് മാത്രം മതി. ജെയിംസ് സർ. യെസ് സർ. താൻ കേട്ടല്ലോ. നാളെ തന്നെ ഇതിന്റെ ഡീൽ ഉറപ്പിച്ച് സെറ്റിൽ ചെയ്യണം. ആവശ്യമുള്ള പണം ബാങ്കിൽ നിന്ന് ഡ്രോ ചെയ്യാം. ശരി സർ. എന്താ ഈ പഴഞ്ചൻ കോവിലത്തോടുള്ള ബന്ധം? ഒരു മോഹം, കിറുക്കൻ, അല്ലെങ്കിൽ പുരാവസ്തുക്കളോട് പോയ കാലത്തിനോടുള്ള ഒരു പെറ്റി എഫെക്ഷൻ, ക്രൈസ്, എന്തും വിളിക്കാം. ജെയിംസ് സർ, അത് വാങ്ങിക്കുന്ന എന്റെ പേരിലാകരുത്, നന്ദന്റെ പേരിൽ തന്നെ വേണം. നോനോ, നിന്റെ പേരിൽ തന്നെ മതി. എനിക്കെന്ത് കാര്യം ഇതില്? ഇല്ല നന്ദൻ, എന്റേതാവുമ്പോ എന്റെ ത്രിൽ നശിക്കും. നിന്റെ ബിനാമിയായി എനിക്ക് അവിടെ ചെന്ന് കയറാം. മരണം വരെ ഭൂമിയിൽ ഒരു വാടകക്കാരനായി കഴിയാനാണ് എനിക്കിഷ്ടം. ഒന്നും എനിക്ക് സ്വന്തമാക്കണ്ട. നോ സ്ട്രിങ്സ് അറ്റാച്ച്ഡ്. അങ്ങനെ തീരണം കളി. ഇത് കിറുക്കല്ല, മുഴുവട്ട്. എന്റെ യൂറോപ്യൻ ട്രിപ്പ് കഴിഞ്ഞ് ഞാനും വരുന്നുണ്ട് നിന്റെ കോവിലകം കാണാൻ. ഇന്നിനി തെണ്ടാൻ പോകുന്നില്ല നീ. മൂക്കറ്റം കുടിച്ച് നമ്മൾ ഒന്നിച്ചുറങ്ങുന്നു. വേണമെങ്കിൽ വില കൂടിയ 2 ബ്ലാങ്കറ്റ്സ് വരുത്താം, മാറി മാറി പുതയ്ക്കാൻ. ശംഭോ മഹാദേവ. പേപ്പേഴ്സൊക്കെ മിസ്റ്റർ ജെയിംസ് ചെക്ക് ചെയ്തല്ലോ? യെസ്. പിന്നെന്തൊരു കൺഫ്യൂഷൻ? ഒരു പോയിന്റിൽ ഇപ്പോഴും ഞങ്ങൾ ഇത്തിരി ഡൗട്ട്ഫുൾ ആണ്. അതാ വക്കീൽ പറയുന്നത്. ആ പാർട്ടിയുടെ ഒബ്ജക്ഷൻസ് ഉണ്ടാവില്ല എന്ന് ഉറപ്പുകൂടി നമ്മളൊരു സേഫ് സൈഡിന്. എന്റെ അമ്മാവന്റെ ഭാര്യയ്ക്ക് ഈ പ്രോപ്പർട്ടിയിലുള്ള അവകാശത്തിന് യാതൊരു വാലിഡിറ്റി ഇല്ല. ആ ബന്ധത്തിൽ കുട്ടികളില്ലാത്ത നിലയ്ക്ക് ഭാര്യയ്ക്ക് സ്വത്തിൽ എന്താ അവകാശം? ദാറ്റ് ഐ അഗ്രി. പക്ഷേ ഈ അമ്മാവൻ മരിച്ചു എന്നതിനും തെളിവില്ലല്ലോ. ഹീസ് മിസ്സിംഗ് അല്ലേ? ഒരു 15 വർഷമായിട്ട് യാതൊരു വിവരവുമില്ല. മരിച്ചിട്ടുണ്ടാവണം. ഒരു വിശ്വാസം, അല്ലാതെ തെളിവില്ല. സി മിസ്റ്റർ ബൽറാം, നാളെ ഈ സുഭദ്ര തമ്പുരാട്ടി കോർട്ടിൽ മൂവ് ചെയ്താൽ അത് പ്രോബ്ലം ഉണ്ടാക്കും. എന്തുവാ ഇതിനകത്തോട്ട് പുറത്തോട്ട് നിന്നാട്ടെ. ചിലക്കാണ്ട് പോയിപ്പിള്ളേ. ആരാ കോലം വായിക്കാൻ വന്നത്? നിങ്ങളാ? നിങ്ങളെ മനസ്സിലായില്ല. എന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമില്ല. കോലം വായിക്കണമെങ്കിൽ അപ്പം തമ്പുരാന്റെ അനുവാദം വാങ്ങണം. നിങ്ങളെ കുളപ്പള്ളിക്ക് കൂട്ടിക്കൊണ്ടുവരാണ് ഞങ്ങൾ വന്നത്. എടോ, വെറുതെ കുഴപ്പമുണ്ടാക്കരുത്. താൻ പോ. കുഴപ്പത്തിലാകാൻ പോണതേ ഇയാളാ. അത് ഒഴിവാക്കേണ്ടി വന്ന് തമ്പുരാനെ കാണും. സൗകര്യപ്പെട്ടില്ല. നിങ്ങൾക്ക് പോവാം. സാറേ, ഏതായി സ്ഥലം എന്നറിയോ? ട്രൗസർ അഴിഞ്ഞു പോവേ. മഹാ ചീത്ത നാടായത്. വരട്ടല്ലേ മാഷ്? കുട്ടി ആ മാഷ് പോയി വല്ല പണി നോക്ക്. വരട്ടല്ലടാ, അടിച്ച് മോന്തക്കുട്ടി തിരിച്ചളയും.
എന്തേ കാണിക്കുന്നത്? തല്ലല്ലേ? എന്താ കാണിക്കുന്നത്? സർക്കാർ ടി വി ഗോവിന്ദൻകുട്ടി എന്തായി കാണിക്കാൻ? പറ്റത്തില്ല, ഞാൻ പോലീസിനെ വിളിക്കും. പറഞ്ഞ കേക്കില്ല അല്ലേടാ. കുളപ്പുള്ളിക്കത് അറിയില്ലടാ. എന്താണ് മനുഷ്യന്മാരെ ഒരാണൊരുത്തൻ ഇങ്ങനെ ഇട്ട് തല്ലുക? വിടീന്ന്. നീ ആരാടാ? ഞാനോ? എന്റെ പേര് ബാപ്പുന്നാ, തങ്ങളങ്ങാടി സ്വദേശം. എന്തേ? നീ ഇവന്റെ കമ്പനി തന്നെയാ? എന്നാ നിനക്കും കിട്ടും. ഇല്ല മോനെ, അങ്ങനെ വൈക്കുന്ന അടി വാങ്ങി പൊരേ കൊണ്ടുപോണ പരിപാടി ബാപ്പുവിനില്ല. കണിമംഗലം കോലം വായിക്കാൻ വന്ന ടീമാണെങ്കിൽ ആ കച്ചവടത്തിന്റെ പേരും പറഞ്ഞ് മണ്ണിൽ കുത്തണവന്റെ എല്ലാം കാലിയാൻ പറ്റിയേറി. അങ്ങനെ വെട്ടിയെറിയാൻ പറ്റിയ ഉണ്ണിപ്പിണ്ടി കാലേ നീ ഇതുവരെ കണ്ടു കാണൂ. ഞാനാ കണിമംഗലം കോലം വാങ്ങാൻ പോകുന്നത്. എന്റെ കാലിലെ 2 രോമം പിഴുതെടുക്കാൻ ധൈര്യമുള്ള ഒരുത്തൻ ഈ നാട്ടിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ വരാം. നീ അവിടുത്തെ ഊച്ചാളി ചട്ടമ്പി, നീ ജെയിംസിനെ തല്ലിയോടാ? പോടാ പോടാ പോ. അന്നായുള്ളൂ. അങ്ങനെ വേണം, അങ്ങനെ വേണം. നീ ആരാ? മിസ്റ്റർ കേരളയാ മസിൽ പിടിച്ചോണ്ടിരിക്കുന്നത്? മസിൽ വിടറാ, മസിൽ പോടാ. എഴുത്തച്ഛൻ. ഞാൻ സോമ്പിള്ള, ഗസ്റ്റ് ഹൗസ് മാനേജർ. അകത്തോട്ടിരിക്കാം. വരൂ. ബാപ്പു വാ.